സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, കുന്നംകുളം റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. എനി ടൈം ന്യൂസിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അത്താണി ഡിവിഷനിലെ സ്ഥാനാർത്ഥി ബിനു സിനോജാണ്. നമസ്കാരം. നമസ്കാരം. ഇത് ബിനുവിന്റെ ആദ്യത്തെ മത്സരമാണല്ലോ. ഇതുവരെ വോട്ടർമാരെ സമീപിച്ചപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു? ആദ്യത്തെ എൻ്റെ അനുഭവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മത്സര രംഗത്തേക്ക് വരുന്നത്. വോട്ടർമാരുടെ അടുത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല പ്രതികരണമാണ്. കാരണം നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. കുറച്ച് നാളുകളായിട്ട് കുറെ കാര്യങ്ങൾ നമ്മളിവിടെ ഇറങ്ങി നടന്ന് ചെയ്യണ കാരണം അത്യാവശ്യം എല്ലാവർക്കും നമ്മളെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണങ്ങളൊന്നും മോശപ്പെട്ടതല്ല. നമുക്കൊരു പോസിറ്റീവ് തരുന്ന ഒരു കാര്യങ്ങളാണ് അവര് നമ്മളുടെ അടുത്തായാലും തിരിച്ചിങ്ങോട്ട് പറയണത്. അപ്പൊ അതൊരു മറുപടി കേൾക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്, സന്തോഷമുണ്ട്. ഇപ്പൊ എത്ര റൗണ്ട് നമ്മൾ വോട്ടർമാരെ സമീപിച്ചു കഴിഞ്ഞു? ഇപ്പൊ നമ്മൾ ഏകദേശം 3 റൗണ്ടോളം വാർഡ് മൊത്തം എല്ലാ വീട്ടിലും കയറി ഇറങ്ങി ഏകദേശം എല്ലാ വോട്ടർമാരെ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ചു. അപ്പൊ അങ്ങനെ നമുക്ക് അവരടുത്ത് സംസാരിക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ, പോസിറ്റീവാണ്, പ്രതീക്ഷയുണ്ട്. ഇപ്പൊ ഇതുവരെ നമ്മൾ സമീപിച്ച വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയാണ്? ഇതുവരെ നമ്മള് അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കുറെ പേരൊക്കെ നമ്മൾ അതിനെ അകത്ത് കയറ്റിയിരുത്തും. അപ്പൊ എന്തെങ്കിലും കുടിക്കാൻ തരിക, അവര് കുറെ കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷയാണ്. മറ്റത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളതിനെ അവര് ഇൻവൈറ്റ് ചെയ്തില്ലെങ്കിൽ അതൊരു ഇതുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവരും നമ്മളതിനകത്തേക്ക് കയറി ഇരിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതികരണമാണ്. അത് നമുക്ക് വളരെ ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്, പ്രതീക്ഷയുണ്ട്. പിന്നെ അവരെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും ലൈറ്റിന്റെ കാര്യമായാലും അതുപോലെ ഇപ്പൊ ഒരുവിധ റോഡുകളൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ആവശ്യങ്ങളൊക്കെ അവർ നമ്മളുടെ അടുത്ത് പറയാറുണ്ട്, നമ്മളത് കേൾക്കാറുണ്ട്. അപ്പൊ ഇനി ഒരു തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ മറുപടി ഉണ്ടാവും. അപ്പൊ ഇതിനു മുന്നേ ഇവിടെ LDF-ഉം UDF-ഉം ആണ് സ്ഥാനാർത്ഥികളായിട്ട് നിന്ന് ജയിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്രാവശ്യം കഴിഞ്ഞ LDF-ന്റെ പിന്തുടർച്ച ഉണ്ടാവും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ മുൻ കൗൺസിലർ ഒരുപാട് കാര്യങ്ങള് നിലവിൽ വാർഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഇത് കിട്ടണം. അപ്പോൾ ജനങ്ങൾക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർ മറക്കാതെ നമുക്ക് തിരിച്ച് ചെയ്യുകയാണെങ്കിൽ ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളും തീർച്ചയായിട്ടും ചെയ്തിരിക്കും. അതാണ് അവരോട് പറയാനുള്ളത്. മുൻ കൗൺസിലറുടെ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണോ ബിനു വോട്ട് ചോദിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും. മുൻ കൗൺസിലർ നമ്മുടെ ഇപ്പൊ നിലവിൽ വാർഡിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഭരിച്ചിരുന്നത് ആരാന്നും അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ എനിക്ക് ഇറങ്ങാനായിട്ട് പ്രചോദനം എന്ന് പറയുന്നത് സേവ്യർ മുണ്ടുംപാല ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല, ആൾക്കാർ ഇങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അതിന് പ്രത്യേകിച്ച് ഒരു മറുപടി കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്നാലും അവരവരുടെ ആവശ്യങ്ങൾ പറയും, സേവേട്ടൻ ചെയ്ത കാര്യങ്ങൾ പറയും. അപ്പൊ നമുക്കിനി അടുത്തത് ചെയ്യാനായിട്ടൊരു പ്രചോദനം ഉണ്ട്. ഇപ്പൊ സേവേട്ടൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അയ്യൻ കുളം, അതിന്റെ ചുറ്റുപാടൊക്കെ ഭയങ്കര മോശമായിട്ട് കിടന്നിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കി എടുത്തു. അതുപോലെ അമ്പലത്തിലേക്കുള്ള റോഡ്, കുറ്റിയങ്കാവ് അമ്പലത്തിലേക്കുള്ള റോഡ് അത് ടാർ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു പിന്തുടർച്ച വരണം എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അത് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ബിനു ജയിച്ചു കഴിഞ്ഞാല് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ തുടർച്ച ഉണ്ടാവും? തീർച്ചയായിട്ടും. കാരണം സേവ്യർ മണ്ടുംപാല തുടങ്ങി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് നമ്മുടെ ഓപ്പൺ ജിമ്മ്, അത് തുടക്കം കുറിച്ചിട്ടുള്ളൂ. അതിന്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പൊ നമ്മൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ, റോഡുകൾ, ഇനിയും കുറച്ച് കാര്യങ്ങൾ അങ്ങനെ അത് സംബന്ധമായിട്ട് ചെയ്യാനുള്ളതുണ്ട്. അപ്പൊ നമുക്കൊരു വിജയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പൂർത്തീകരിക്കും. അപ്പോ ബിനു ഈ രാഷ്ട്രീയത്തിലേക്ക് വരാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? സോഷ്യൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഞാന് എന്റെ 19ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞിട്ടാണ് ഈ അത്താണി നാട്ടിലേക്ക് വരുന്നത്. അതിനു മുൻപ് എനിക്ക് രാഷ്ട്രീയത്തിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല. ഇവിടെ വന്നിട്ട് ആണ് നമ്മളുടെ ഈ രാഷ്ട്രീയത്തിലേക്കുള്ള എടുത്തുവെപ്പ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് സിനോജ്, ഇവിടെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്, ആളാണ് എന്നെ ഇതിലേക്ക് കൈപിടിച്ചങ്ങോട്ട് ആക്കി തന്നിട്ടുള്ളത്. ഇപ്പൊ അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല. അതിനുശേഷവും നമ്മൾ ഇതില് ഉണ്ട്. ഇപ്പൊ ഞാന് ഓൾറെഡി നമ്മുടെ ഇതില് അംഗാണ്, മുണ്ടത്തിക്കോട് LC മെമ്പറാണ്. പിന്നെ അത്താണിയിലെ ഓൾ കേരള ടൈലറിംഗ് അസോസിയേഷന്റെ കൺവീനറാണ് ഞാൻ. ആ നിലയിൽ ഞാൻ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുകൂടാതെ ഉജ്ജ്വല കുടുംബശ്രീ അത്താണിയിലെ നമ്മുടെ ഹൃദയഭാഗത്താണ് ആ കുടുംബശ്രീ ഉള്ളത്, അതിലംഗാണ്. അതും നന്നായിട്ട് നല്ല രീതിയിൽ ഞങ്ങള് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഇടവകയിൽ ഒരു മാതൃസംഘം എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ഇതുണ്ട്, അതിലൊരു അംഗമാണ് ഞാൻ. അപ്പൊ അതിലും
നമ്മളുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സജീവ പ്രവർത്തകയാണ്. അതെ, ഒന്നിൽ നിന്നും മാറി നിൽക്കണില്ലേ. അപ്പൊ പരമാവധി എന്തിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാൻ പറ്റുമോ അങ്ങനെ ചെന്ന് ഒപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാന്. അപ്പൊ ആ നിലയ്ക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം. അതൊക്കെയാണ് നമ്മുടെ ഒരു വിശ്വാസം. അങ്ങനെയാണ് നമ്മുടെ പൊതുജനങ്ങളിലേക്കുള്ള ഇറങ്ങി വന്ന വഴികളൊക്കെ ഇതാണ്. നമ്മുടെ വോട്ടർമാരോട് ബിനുവിന് എന്താണ് പറയാനുള്ളത്? വോട്ടർമാരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, മുൻ കൗൺസിലർ ചെയ്തു വെച്ച കാര്യങ്ങളെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചു. അപ്പൊ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള എല്ലാ വോട്ടർമാരുടെയും ഒരു സപ്പോർട്ട് വേണം. അതായത് തുടർന്നും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് അധികാരം വേണം. അതില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സേവിയേട്ടൻ്റെ ഒരു പിന്തുടർച്ചക്കാരത്തി എന്നുള്ള നിലയ്ക്ക് എല്ലാവരുടെയും ഒരു സഹായം വേണം. സഹായം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ ചെയ്ത കാര്യങ്ങൾ മനസ്സിലോർത്ത് നമ്മൾ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. എന്നാലാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, ഞാൻ LDFന്റെ സ്ഥാനാർത്ഥിയാണ്. അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പം എല്ലാവരും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സ്ഥാനാർത്ഥി ബിനുവാണ്. താങ്ക് യു. താങ്ക് യു, നന്ദി. സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, കുന്നംകുളം റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി.